ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് ഹോളിഡേ ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് അമേരിക്ക വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $2465 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റി ഫ്യൂച്ചേഴ്സും ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയുടെ ഡീറ്റെയിൽസ് വന്നിരുന്നു. റെക്കോർഡ് ഇൻഫ്ലോ ആണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ SIP 23,332 കോടിയാണ് ജൂലൈയിൽ SIP വന്നിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ഇൻഫ്ലോ തന്നെയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രോങ് ഇൻഫ്ലോ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് കാരണമാക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതോടൊപ്പം തന്നെ 10 കോടി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് രജിസ്ട്രേഷൻ NSEയിൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 10 കോടിക്ക് മുകളിലായി നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും ഇതും നല്ലൊരു ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ വലിയ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന സംഗതികൾ എന്ന് പറയുന്നത് ഒന്ന് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ ആണ് മേജർ ആയിട്ടുള്ളൊരു ഇവൻറ്റ്. അതോടൊപ്പം തന്നെ അടുത്ത 2 മാസത്തിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻസ് ഉണ്ട്. ഒപ്പം നമ്മുടെ Q1 റിസൾട്ടുകൾ ഈ ആഴ്ച ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും അനൗൺസ് ചെയ്ത് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റൊക്കെയാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ ഗോൾഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഡാറ്റ പ്രകാരം ഗോൾഡ് ETF ഗ്ലോബലി റെക്കോർഡ് ഇൻഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏഷ്യൻ കൺട്രീസ് 17 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യയും വലിയ രീതിയിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂട്ടി റിഡക്ഷൻ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഇമ്പോർട്ടാണ് ഗോൾഡിൽ കാണുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പറഞ്ഞിരുന്നു ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപനെ സംബന്ധിച്ച് 10% അലോക്കേഷൻ പോർട്ട്ഫോളിയോയിൽ ഗോൾഡിന് കൊടുക്കുന്നത് നന്നായിരിക്കും. ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെൻറ് പുതിയ ട്രാൻജ് അനൗൺസ് ചെയ്യുമ്പോൾ അതിലും ഇൻവെസ്റ്റ് ചെയ്തത് നന്നായിരിക്കും. ഇന്ന് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ താഴെ ആയിരിക്കുന്നതാണ്. ഇതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം Q1 റിസൾട്ടുകൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ അനൗൺസ് ചെയ്ത് നോക്കുമ്പോൾ ട്രെൻഡ് എക്സലൻറ്റ് റിസൾട്ടാണ് ട്രെൻഡ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആവാസ് ഫിനാൻസ് ലിമിറ്റഡ് CVC ക്യാപിറ്റൽ 26% ബൈ ചെയ്യാനായിട്ടുള്ള ഓപ്പൺ ഓഫർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1767 രൂപ പെർ ഷെയറാണ്. ക്ലോസ് ചെയ്തിരുന്ന 1645 ആവാസ് ഫിനാൻസ് ലിമിറ്റഡ്. അപ്പോൾ ആവാസ് ഫിനാൻസ് ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. CDSൽ 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 24 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് അഡീഷൻ കൂടുന്നത് CDSലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം DP അക്കൗണ്ടുകൾ കൂടുന്നത് CDSലിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ബോണസും അതുപോലെ തന്നെ ബോണസും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് CDSL. BSNL ഞാൻ ഇന്നലത്തെ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു. BSNL 4G 5G സിം യൂണിവേഴ്സൽ സിം ലോഞ്ച് ചെയ്യുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. തേജസ്സിനും അതുപോലെ തന്നെ HFCLിനാണ് ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടുതൽ കൊടുക്കാൻ പോകുന്നത്. കാരണം ഈ ടവറുകളൊക്കെ ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് തേജസ്സും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസൊക്കെ യൂസ് ചെയ്യുന്നത് HFCLിൻ്റെയും കൂടിയുണ്ട്. അപ്പോൾ ഈ 2 കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ BEML ഡിഫൻസ് റെയിൽവേ സെക്ടർ രംഗത്തുള്ള കമ്പനിയാണ്. അടുത്ത വർഷം മുതൽ വന്ദേ ഭാരത് മെട്രോ അവർ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് 14.2 അതായത് 14 രൂപ 20 പൈസ വീണ്ടും സ്പെഷ്യൽ ഡിവിഡൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഗവൺമെൻറ്റും പോസിറ്റീവാണ്. ഗവൺമെൻറ്റാണ് ഹിന്ദുസ്ഥാൻ സിങ്കിൽ 29.54% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസുകൾ. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹിൻഡൻബർഗിൻ്റെ സെബി ചെയർമാൻ എഗൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. ഈ അലഗേഷനെ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ബേസ്ലെസ് അലഗേഷനാണ്
ക്യാരക്ടർ അസാസിനേഷനാണ്. അല്ലാതെ ഇതിലൊന്നും തന്നെ നമുക്കിതിൽ കാണാൻ കഴിയുന്നില്ല. ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ച് തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഹിൻഡൻബർഗിന് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ള അലിഗേഷൻ നടത്തുക, വീണ്ടും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയത് മാത്രമേ ഉന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഹിൻഡൻബർഗ് അലിഗേഷനെ കൊണ്ടൊന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ മാധുരി ബുരിബുച്ച് സെബി ചെയർമാൻ, നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സെബി ചെയർമാൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ തന്നെ സ്ട്രോങ് റെഗുലേറ്റർ ആണ് സെബി എന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. അത്തരത്തിലുള്ള റെഗുലേറ്റർ തലപ്പത്തേക്ക് വരുമ്പോൾ ആ തലപ്പത്തേക്ക് വരുന്ന ആളുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ വരുന്ന ആൾ അത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഇതൊന്നും മറച്ചു വെച്ചിട്ടല്ല. കാരണം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലും കൂടിയാണ് സെബി ചെയർമാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള അലിഗേഷൻസിന് വേറെ ഒന്നുമില്ല, വെറും ക്യാരക്ടർ അസാസിനേഷൻ, അതുപോലെ തന്നെ ഇന്ത്യനെ ഡിഫൈം ചെയ്യുക, ഇന്ത്യൻ റെഗുലേറ്റർ ഡിഫൈം ചെയ്യുക, ഇന്ത്യൻ കോർപ്പറേറ്റ് സെക്ടറിനെ ഡിഫൈം ചെയ്യുക, അല്ലാതെ വേറൊരു ഒന്നും ഇതിലുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്ററും വറി ചെയ്യേണ്ട. മറിച്ച് നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ ഹയർ ലെവലിലൊക്കെയാണ്. Q1 റിസൾട്ടുകളൊക്കെ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്, ഡേഞ്ചറുകളൊന്നുമില്ല. പക്ഷെ നമുക്ക് അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നുണ്ട്, 4 സ്റ്റേറ്റിലത്തെ ഇലക്ഷൻ വരുന്നുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡൊക്കെ വീണ്ടും അൺവൈൻഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെയുള്ള ഇവൻറ്റുകളല്ലാതെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വേറെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ അലിഗേഷൻസ് പുച്ഛിച്ച് തള്ളാനാണ് ഞാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു മനസ്സും കാണിക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.